പുനർജനി പദ്ധതിയിലെ പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് ശുപാർശയിൽ വ്യക്തത വരുത്തി സർക്കാർ. വിജിലൻസ് റിപ്പോർട്ടിൽ ധൃതി പിടിച്ച് നടപടിയെടുത്തില്ല. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാനാണ് സർക്കാർ നീക്കം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ 3 പരാതികളാണ് ലഭിച്ചത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് 2025 ഏപ്രിൽ 30-നായിരുന്നു. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ പറയുന്നത്? പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാരിനും വിജിലൻസിനും 3 പരാതികൾ ലഭിച്ചുവെന്നാണ് വിശദീകരണം. കാതികൂടം ആക്ഷൻ കൗൺസിൽ, മുൻ പറവൂർ MLA കെ രാജു, LDF പറവൂർ മണ്ഡല കമ്മിറ്റി, ഇങ്ങനെ 3 പേരുടെ പരാതിയാണ്. മുൻ MLA കെ രാജു മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. അങ്ങനെ ഇവർ നൽകിയ പരാതികൾ വിജിലൻസ് വിശദമായി പരിശോധിച്ചു. 2020 കാലയളവിലാണ് ഈ പരാതികളൊക്കെ ലഭിച്ചത്. ആ പരാതികൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം അന്തിമ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് ലഭിക്കുകയും ആ റിപ്പോർട്ടിൽ വളരെ വിശദമായ പരിശോധനകൾ നടന്നു. സർക്കാർ ആ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ധൃതിയിൽ സ്വീകരിച്ചില്ല. അതിന് പകരം അതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. നിയമപരിശോധന നടത്തി. അതിനൊപ്പം തന്നെ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി സ്പീക്കറിൽ നിന്നും വ്യക്തത വരുത്തി. ഇനിയും ആവശ്യമെങ്കിൽ വ്യക്തത വരുത്തും. ഒരു തരത്തിലും ഇത്തരത്തിൽ വിജിലൻസിന്റെ ശുപാർശ വന്നാൽ ധൃതിയിൽ നടപടിയെടുക്കുന്ന പ്രവണത സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നാണ് വിശദീകരണം. അതേസമയം തന്നെ ആരോപണങ്ങൾ സർക്കാർ തള്ളുകയാണ്. വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഇതുവരെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല. വിജിലൻസിന്റെ ശുപാർശ വേണമെങ്കിൽ തള്ളാം, അതല്ലെങ്കിൽ അത് അംഗീകരിച്ച CBIക്ക് വിടാം. ഏതായാലും പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട VD സതീശൻ വിദേശ നാണയ വിനിമയ ചട്ടം പൂർണ്ണമായും ലംഘിച്ചു എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. UK-യിൽ ഇത് സംബന്ധിച്ച് പണം പിരിച്ചെടുക്കാൻ വേണ്ടി എത്തുകയും ഒരു വിരുന്നൊരുക്കി അവിടെ ഈ പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു. അത് ചട്ടലംഘനമാണ്. വിദേശത്തേക്ക് പോകാനുള്ള അനുമതി വാങ്ങിയത് സ്വകാര്യ സന്ദർശനം എന്ന നിലയിലാണ്. പക്ഷേ ഇങ്ങനെ പണം പിരിക്കാൻ വേണ്ടി ആ സ്വകാര്യ സന്ദർശനം എന്ന അനുമതി ദുർവിനിയോഗം ചെയ്തു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ വിജിലൻസിന് കഴിയില്ല. ഇത് വിജിലൻസിന്റെ പരിധിക്ക് പുറത്താണ്. CBIക്ക് മാത്രമേ ഇത് അന്വേഷിച്ച് അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയൂ എന്ന ഒരു തീരുമാനത്തിലേക്കാണ് വിജിലൻസ് എത്തിയത്. അതുകൊണ്ടാണ് വിജിലൻസ് 2 ശുപാർശകൾ നൽകിയത്. ഒന്ന്, CBI അന്വേഷിക്കണം. രണ്ടാമത്തേത്, നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ച VD സതീശനെതിരെ സ്പീക്കർ നടപടി സ്വീകരിക്കണം. ഈ 2 ശുപാർശയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. റോഷിപാൽ, അതായത് ഈ പരാതികൾ വിജിലൻസിന് ലഭിച്ചത് 2020 കാലയളവിലാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് 2025 ഏപ്രിൽ 30-നാണ്. ഇതിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകമാകുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണത്തിൽ അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഈ കാര്യത്തിൽ ധൃതി പിടിച്ചൊരു തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ നയമല്ല എന്നുകൂടി പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. കോൺഗ്രസ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം, UDF അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമായി വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും നടക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി എങ്ങനെയായിരിക്കും തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിൽ പരാതി നൽകിയ കൃത്യമായി ഇതിൽ കാതികൂടം ആക്ഷൻ കൗൺസിൽ 2020 7-ാം മാസം 27-നാണ് പരാതി നൽകിയത്. പറവൂർ മുൻ MLA കെ രാജു മുഖ്യമന്ത്രിക്ക് ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് 2020 9 മാസം 18-ാം തീയതിയാണ് പരാതി നൽകിയത്. പറവൂർ LDF മണ്ഡല കമ്മിറ്റി അതേ മാസം തന്നെ 14-ാം തീയതി. 3 പരാതികളും 2020-ലാണ് ലഭിച്ചത്. ഏതായാലും ഈ പരാതികളിൽ വിജിലൻസ് വളരെ വിശദമായി അന്വേഷണമാണ് നടത്തിയത്. ദീർഘകാലമായ അന്വേഷണമാണ്, ഒരു സുദീർഘമായ അന്വേഷണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ്. ഇതുവരെ ആ റിപ്പോർട്ടിൽ നടപടി ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് CBIക്ക് കൈമാറി അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സ്വാഭാവികമായും UDF ആയുധമാക്കും. രാഷ്ട്രീയമായി VD സതീശനെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് എന്ന രീതിയിലായിരിക്കും പ്രതിരോധം തീർക്കുക. അതേസമയം തന്നെ ഈ റിപ്പോർട്ടിൽ നടപടിയെടുത്തില്ലെങ്കിൽ BJP ഇത് ആയുധമാക്കും. സർക്കാർ VD സതീശന് സംരക്ഷണം ഒരുക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് VD സതീശൻ ഉൾക്കൊള്ളുന്ന UDF നേതൃത്വം. ആ UDFനെ നയിക്കുന്ന VD സതീശനെ സംരക്ഷിക്കുകയാണ് സർക്കാർ, മുഖ്യമന്ത്രി എന്ന ആരോപണം BJP ഉയർത്തും. അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് തീരുമാനമെടുത്താലും സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുയരും. അന്വേഷണത്തിന്, CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണെങ്കിൽ അത് UDF ആയുധമാക്കി രാഷ്ട്രീയ കളിയെന്ന ആരോപണമുയർത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് BJP ഇത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയില്ലെങ്കിൽ ആ തരത്തിലും ആയുധമാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏതാണ്ട് 100 ദിവസത്തിനപ്പുറത്ത് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികളൊക്കെ സജ്ജമായി രാഷ്ട്രീയ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശുപാർശ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ
ഇനി അന്വേഷണം പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് CPM-ന് ഒരുപക്ഷെ ആശ്വാസമാകും, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. നിലവിലേതായാലും വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ സംഭവിച്ചു. ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ വിദേശ നാണ്യ നയത്തിൽ, വിനിമയ നയത്തിൽ, ചട്ടത്തിൽ ലംഘനം നടത്തി VD സതീശൻ എന്നാണ്. കാരണം കൃത്യമായി ഈ കാര്യങ്ങൾ അനുമതി വാങ്ങിക്കുമ്പോൾ തന്നെ അറിയിക്കേണ്ടതായിരുന്നു. അത് അറിയിച്ചില്ല. പുനർജനി പദ്ധതി 2008 പ്രളയത്തിന് ശേഷമാണ് പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അത് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസമാണ്, വീട് നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം. ആ പദ്ധതി പ്രഖ്യാപിച്ച് വിദേശത്ത് പല രാജ്യങ്ങളിലും പോയി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പണം പിരിച്ചെടുത്തു. അത് നേരിട്ടല്ല പണം പിരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നുണ്ട്. അന്ന് പറവൂർ MLA മാത്രമായിരുന്നു VD സതീശൻ. ആ പണം ഈ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് പിരിച്ചത്. NGO ആണ്. ആ NGOയുടെ അക്കൗണ്ട് വഴി ആ പണം ഈ ആളുകളിലേക്ക് പുനരധിവാസത്തിനുള്ള വീട് നിർമ്മാണത്തിന്റെ പണം വിനിയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത്. അതിനൊപ്പം തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ അവർക്ക് തയ്യൽ മെഷീൻ, ആ തയ്യൽ മെഷീൻ വാങ്ങിക്കാനുള്ള പണവും 500 പൗണ്ട് വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗം, അതിന്റെ വീഡിയോ കൂടി തെളിവായി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ചില പ്രധാനപ്പെട്ട തെളിവുകൾ സഹിതമാണ് ഇതിന്റെ റിപ്പോർട്ട് ശുപാർശ മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് എത്തുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിയൊരുക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റോഷിപാൽ, ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം വയനാട്ടിലുണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെ തേടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇത് എന്നുള്ളൊരു ആരോപണം എല്ലാവരും ഉന്നയിക്കുന്നു. അതിനൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ തന്നെ പ്രതികരണം ഇക്കാര്യത്തിൽ വരികയും ചെയ്തു. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നുള്ളത്. എന്താണ്, ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാമെന്നുള്ളൊരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? സ്വാഭാവികമായും നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ തനിക്ക് യാതൊരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന വാദമാണ് ഉയർത്തിയത്. അതേ വാദം തന്നെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും പ്രതിപക്ഷ നേതാവ് VD സതീശന് UDF സംരക്ഷണമൊരുക്കും, കോൺഗ്രസ് സംരക്ഷണമൊരുക്കും. ഇത് രാഷ്ട്രീയമാണ് എന്ന വാദം ഉയർത്തും. നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ സമാനമായി കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്, അത് ആ സമാനമായ സംഭവം തന്നെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവിനെ കുരുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തും. അതേസമയം തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ലാവലിൻ കേസിൽ CBIക്ക് അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ശുപാർശ ചെയ്തത് അന്ന് മന്ത്രിസഭയായിരുന്നു. അന്ന് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ഉണ്ടായിരുന്നില്ല. മന്ത്രിസഭാ യോഗം ചേർന്ന് ആ തീരുമാനമെടുക്കുകയായിരുന്നു. അതായിരിക്കും LDF പ്രതിരോധം തീർക്കുക. ഈ കാര്യത്തിൽ UDF ആരോപണം ഉന്നയിച്ചാൽ ഒരു തരത്തിലും ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് LDF പറയുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ UDFന് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണെന്ന ആരോപണം ഉയർത്താം. ആ തരത്തിൽ വാദഗതി ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് UDF എന്തായാലും ഇങ്ങനെ തന്നെ പ്രതിരോധിക്കും. ഇനി CBIക്ക് ശുപാർശ ചെയ്താൽ, അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്താൽ, വിജിലൻസിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട്, വിജിലൻസിന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് CBI അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരത്തിൽ പ്രതിഷേധം ഉൾപ്പെടെ UDF നേതൃത്വം ആലോചിക്കുന്നുണ്ട്. കാരണം UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന നേതാവാണ് VD സതീശൻ. അപ്പോൾ VD സതീശനെ കുരുക്കുന്ന ഈ അന്വേഷണം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ, രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. ഇന്ന് കോൺഗ്രസിന്റെ ക്യാമ്പിൽ, ദ്വിദിന ക്യാമ്പിൽ ഇതൊരു ചർച്ചയാണ്. എങ്ങനെ പ്രതിരോധിക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ തീരുമാനം ആ ക്യാമ്പിൽ എടുക്കുകയും ചെയ്യും കോൺഗ്രസ് നേതൃത്വം. റോഷിപാൽ, 2020 മുതൽ തന്നെ നിയമസഭയിൽ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയമാണിത്. ഒരു MLA എന്ന രീതിയിൽ പദവി ദുരുപയോഗം ചെയ്താണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത്, ഫണ്ട് പിരിവ് നടത്തിയത് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഉയരുകയും ചെയ്തത്. ഇതിൽ EDയുടെ അന്വേഷണം കൂടി ഉണ്ടായിരുന്നു. ഈ അന്വേഷണ ഘട്ടം എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം നിൽക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിൽ നിർണായകമാവുകയും ചെയ്യുമ്പോൾ ഇനിയുള്ള ഓരോ നീക്കവും ഈ അന്വേഷണ ഘട്ടത്തിന്റെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ വിജിലൻസിന്റെ ശുപാർശ വന്ന സാഹചര്യത്തിൽ ഇനി ഇതിൽ തുടർ നടപടി വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, മുഖ്യമന്ത്രിയിൽ നിന്നാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശുപാർശയിൽ, വിജിലൻസിന്റെ വളരെ വിശദമായ റിപ്പോർട്ടാണ്, ആ ശുപാർശയിൽ നിയമപരിശോധന നടത്തിയതാണ്, സ്പീക്കറുടെ അഭിപ്രായം തേടിയതാണ്. ഇനി തീരുമാനമെടുക്കാം മുഖ്യമന്ത്രിക്ക്. ഒന്നുകിൽ അത് CBI അന്വേഷണം വരട്ടെ എന്ന തീരുമാനം, അതല്ലെങ്കിൽ ഇനി ഈ ശുപാർശ തള്ളാം. ഈ രണ്ട് തീരുമാനങ്ങൾ എടുക്കാം. ദ്രുതഗതിയിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം.
വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കില്ല. അതിനപ്പുറത്തേക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ഈ കാര്യത്തിൽ ഒരു പരിശോധന കൂടി നടത്തും. മാത്രവുമല്ല, ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കൂടി മനസ്സിലാക്കി മാത്രമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുക്കുക. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടായതാണ്. ആ തിരിച്ചടിയിൽ നിന്നും കരകയറാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു. ആ ഘട്ടത്തിൽ ഈ VD സതീശനെതിരെയുള്ള CBI അന്വേഷണം വന്നാൽ അത് മറ്റൊരു തിരിച്ചടിയായി മാറുമോ എന്ന ഒരു വിലയിരുത്തൽ കൂടി, ഒരു പരിശോധന കൂടി ഉണ്ടാകും. അങ്ങനെ രാഷ്ട്രീയമായി എന്തൊക്കെ തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഇത് ഏത് തരത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നത് ആലോചിക്കും. ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഏതായാലും VD സതീശനെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് എതിരാളികൾക്കെതിരെ വരുന്ന എന്ത് വിഷയവും അത് രാഷ്ട്രീയ ആയുധമാക്കും തെരഞ്ഞെടുപ്പ് കാലത്ത്. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആയുധമാണ് ഇത്. ഏറ്റവും പ്രധാനമായി വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനമെന്ന് വിജിലൻസ് കണ്ടെത്തി. അത് വിജിലൻസാണ് കണ്ടെത്തിയത് എന്നാണ് സർക്കാരിന്റെ വാദം. അങ്ങനെ വാദമുയർത്തി തന്നെ മുന്നോട്ട് പോകും. ഇനി CBIക്ക് കൈമാറിക്കഴിഞ്ഞാൽ CBI അത് വിശദമായി പരിശോധിച്ച് മാത്രമേ തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. CBIക്ക് ശുപാർശ ചെയ്താൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഈ അന്വേഷണം CBIക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന പ്രാഥമിക പരിശോധന CBI സംഘം നടത്തും. അതിനുശേഷമായിരിക്കും ആ കേസ് ഏറ്റെടുക്കുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് വിജിലൻസിന് അന്വേഷിക്കാൻ പറ്റുന്നതല്ല. നേരെ മറിച്ച് ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ സാധ്യത കൂടെ നോക്കേണ്ടതുണ്ട്. ഏതായാലും ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന, ക്രിമിനൽ കുറ്റങ്ങൾ, അതേപോലെ തന്നെ സാമ്പത്തിക തിരിമറികളൊക്കെ ഉണ്ടെങ്കിൽ അത് CBIക്ക് പരിശോധിക്കാൻ കഴിയും. നേരെ മറിച്ച് ഇതിൽ വിദേശ നാണയ വിനിമയ നിയമത്തിന്റെ ലംഘനം നടന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെയാണ് CBI പരിശോധിക്കേണ്ടത് എന്നത് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുത്താൽ CBI വിശദമായി അത് പരിശോധിക്കും. അതിനുശേഷമാണ് അന്വേഷണം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് CBI തീരുമാനിക്കുക. ഏതായാലും ഇപ്പോഴും മുഖ്യമന്ത്രി ഈ ഫയലിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇന്ന് അവധി ദിവസമാണ്. നാളെ മുഖ്യമന്ത്രി ഓഫീസിൽ വന്നാൽ ഈ കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി സർക്കാർ തീരുമാനം എന്തായിരിക്കും എന്നത് പ്രധാനമാണ്. സർക്കാർ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് BJP. ഏതെങ്കിലും തരത്തിൽ ഈ ശുപാർശ തള്ളുകയാണെങ്കിൽ അത് BJPയും ആയുധമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പിൽ CPMഉം കോൺഗ്രസും ഒറ്റക്കെട്ടാണ് എന്ന രീതിയിൽ പ്രചരണം ഉയർത്തിക്കൊണ്ട് BJP മുന്നോട്ട് പോകാൻ ഈ രണ്ട് കക്ഷികൾക്കെതിരെ പ്രതിരോധം തീർക്കുക, അല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് BJP മാത്രമായിരിക്കും എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കും. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ CPMനെയും കോൺഗ്രസിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആരോപണങ്ങൾ BJP ഉയർത്തിക്കഴിഞ്ഞതാണ്. രണ്ടുപേരും കൂടിയാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നാണ് BJPയുടെ പ്രധാന ആരോപണം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഈ ശുപാർശ സർക്കാർ തള്ളുകയാണെങ്കിൽ BJP ഉയർത്തുന്ന ആരോപണത്തിന് ഫലം കൂടും. അതുകൊണ്ട് സർക്കാർ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തന്നെയായിരിക്കും ഈ ശുപാർശയിൽ ഒരു തീരുമാനം എടുക്കാൻ സാധ്യത. ഓക്കെ.